സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാവുകയാണ്. സഖാവ് വി എസ് ഇല്ലാത്ത ഈ 1 വർഷം വളരെ സംഭവബഹുലമായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് സഖാവ് വി എസിൻ്റെ വിയോഗത്തിൻ്റെ വാർഷികം വരുന്നത്. ഏറ്റവും ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ പിറന്ന് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ ചെറുപ്രായത്തിൽ ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിക്കേണ്ടി വന്ന അച്യുതാനന്ദൻ, അന്ന് അങ്ങനെയാണല്ലോ പറയുക, വി എസ് ആയിട്ട് മാറിയത്, നമ്മുടെ നാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്ന 2 അക്ഷരമായിട്ട് മാറിയത് എണ്ണമറ്റ സമരങ്ങളിലൂടെയാണ്. സഖാവ് പി കൃഷ്ണപിള്ളയെ പോലുള്ളവരുടെ മാർഗനിർദ്ദേശത്തിലാണ് കുട്ടനാട്ടിൽ അടിമകളായി കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ജോലി സഖാവ് ഏറ്റെടുത്തത്. അന്നെല്ലാം ഭൂവുടമകളാൽ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അവിടെ ചെന്നാൽ. സഖാവിൻ്റെ ജീവിതം നമ്മുടെ നാട്ടിൽ ഇന്നൊരു തുറന്ന പുസ്തകമാണ്. വിപ്ലവ പ്രസ്ഥാനത്തിലെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതത്തിലെ മാതൃകാപരമായ വശങ്ങളെല്ലാം ആവേശം പകരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അതിൻ്റെ ശക്തിയിൽ ചില പോരായ്മകൾ, പോറലുകൾ അവിടെയും ഇവിടെയും അനുഭവപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ കുറവുകളും പോരായ്മകളും തിരുത്തി പൂർവാധികം ശക്തിയോടെ കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൈക്കൊള്ളാൻ നാം കൂട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് വി എസിൻ്റെ വേർപാടിൻ്റെ വാർഷികം വരുന്നത്. വിരാമമില്ലാത്ത സമരം എന്ന് വി എസ് എന്ന അക്ഷരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും സംഘടനാപരമായും നിരന്തരം നവീകരിക്കാനുള്ള ശ്രമം, കരുത്തു നേടാനുള്ള ശ്രമം വി എസിൻ്റെ ഓർമ്മയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് ഏറ്റെടുക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ അനുസ്മരിക്കാറുള്ളത്.